സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 100 ആഘോഷിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് നമ്മൾ പറയുമ്പോൾ കേവലം അത് കുറച്ച് പണ്ഡിതന്മാർക്ക് ഒരുമിച്ച് കൂടാനുള്ള, അവർക്ക് സംഗമിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് നമ്മൾ ആരും ധരിച്ചു പോണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായ സാഹചര്യം എന്തായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പുതുതലമുറ, എന്റെ വളർന്നു വരുന്ന മുതഅല്ലിമീങ്ങൾ അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ തലമുറ അവർ മനസ്സിലാക്കണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എങ്ങനെയാ സ്ഥാപിക്കപ്പെട്ടത് എന്ന്. 1925-26 കാലഘട്ടം വരെ, അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആ മഹിത സംഘടനയെ കുറിച്ച് ഉലമാക്കൾ ആലോചിക്കുന്ന ആ ഒരു സമയം വരെ, അതിന് തൊട്ടുമുമ്പ് കേരളത്തില് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ കേരളത്തിൽ എങ്ങനെയാണോ ദീനെത്തിയത്, ആ എത്തിയ അതേപടി അതിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാതെ, കളങ്കം ചേർക്കപ്പെടാതെ, വിഷം ചേർക്കപ്പെടാതെ ആദർശ വിശുദ്ധിയോടുകൂടെ തന്നെ ദീൻ ഇവിടെ നിലനിർത്തി ആചരിച്ച് അനുഷ്ഠാനിച്ചു പോകുന്നു. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേര് പറഞ്ഞ് നാടുകടത്തപ്പെട്ടവർ, ഒളിച്ചോടപ്പെട്ടവർ പിന്നീട് തിരിച്ചു വന്നപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ പലതിനും വികലമാകുന്ന രൂപത്തിലുള്ള ആചാരങ്ങളും പ്രചാരണങ്ങളും നടത്തി. ബിദ്അത്തിന്റെ വിഷബീജം ഇവിടെ വളരാൻ തുടങ്ങി. ചുരുക്കി പറയാൻ വിശദീകരിക്കുന്നില്ല. ബിദ്അത്ത് ഇവിടെ വളരാൻ തുടങ്ങി. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ദീനിന്റെ പല ആചാരാനുഷ്ഠാനങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്തു. കേരളത്തിന്റെ മുക്കിലും മൂലകളിലും മക്കളത്തലത്തിലുള്ള സഹോദരിമാരുടെ അടുക്കലേക്ക് വരെ ഈ ബിദ്അത്തിന്റെ വിഷബീജം എത്തിപ്പെട്ടപ്പോൾ, ഇനി അതിനെ തടയിടാതെ വന്നാൽ ആദർശത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമെന്നും വരും തലമുറ ദീന് മനസ്സിലാക്കുന്നത് തെറ്റായ രൂപത്തിലായിരിക്കുമെന്നും അന്നുണ്ടായിരുന്ന കാലത്തിന്റെ കാലത്തേക്ക് മനസ്സിലാക്കി പണ്ഡിത മഹത്വങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ ബിദ്അത്തിന് ഇവിടെ തടയിടപ്പെടാനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ കേരളത്തിൽ എത്തപ്പെട്ട ദീൻ അതിന്റെ ആദർശ വിശുദ്ധി ചോരാതെ, അതിന്റെ ആദർശത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ, മാറ്റത്തിരുത്തപ്പെടലില്ലാതെ ദീന് വരും തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പണ്ഡിതന്മാർ സംഗമിക്കൽ അനിവാര്യമാണ് എന്ന സാഹചര്യത്തിലാണ് അന്നത്തെ ഉലമാക്കൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ കേരളത്തിൽ എത്തപ്പെട്ട ദീന് അതിന്റെ ആദർശ വിശുദ്ധി നഷ്ടപ്പെടാതെ അത് ഒരു തലമുറയിലേക്ക് എത്തിച്ചു കൊണ്ടുപോകുക എന്ന ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുത്തത്. ഈ ഒരു നൂറ്റാണ്ടുകാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളും അതിന്റെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും നിർവഹിച്ചു പോകുന്നത് ആ ദൗത്യമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ ദൗത്യം ഏറ്റെടുത്തിട്ട് 100 ആണ്ട് തികയുകയാണ്. സമസ്തയുടെ ആദർശ പ്രമേയം നോക്കൂ നിങ്ങൾ. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെയല്ല, നൂറ്റാണ്ടിലൂടെയല്ലല്ലോ പറഞ്ഞത്, നൂറ്റാണ്ടുകളിലൂടെയല്ല. എന്തേ നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ, ഉലമാക്കളിലൂടെ, അഇമ്മത്തുകളിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കപ്പെട്ട ദീന് നൂറ്റാണ്ടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ആദർശ വിശുദ്ധിയോടുകൂടി സമസ്തയുടെ ഉലമാക്കളുടെ കരങ്ങളിലേക്ക് എത്തി. ഇനി വരും നൂറ്റാണ്ടുകളിലേക്ക് ആ ദീന് അതേ ആദർശ വിശുദ്ധിയോടുകൂടെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടണം. അതിൽ കളങ്കം ചേർക്കപ്പെടാൻ പാടില്ല, തിരുത്തപ്പെടാൻ പാടില്ല.
ആ ദീൻ യഥാർത്ഥ രൂപത്തിൽ ആദർശ വിശുദ്ധിയോടുകൂടെ തന്നെ വരും നൂറ്റാണ്ടുകളിൽ ജന്മം കൊള്ളുന്ന തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്ന ആ ദൗത്യം സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളിലൂടെ ശംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും കാളമ്പാടി ഉസ്താദും കുമരമറ്റൂരി ഉസ്താദും തുടങ്ങി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മൺമറഞ്ഞു പോയ ഉലമാക്കളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളും സാദാത്യങ്ങളും ഒക്കെ നിർവഹിച്ചു പോകുന്ന ധർമ്മവും നമ്മളോട് നിർവഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർമ്മവും അതാണ്. ദീന് തിരുത്തപ്പെടരുത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വികലമാക്കപ്പെടരുത്, അതിൽ വിഷം ചേർക്കപ്പെടരുത്, ബിദ്അത്തിന്റെ അടിവേരറുക എന്നുള്ള ദൗത്യമാണ് അന്നും ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം നിലനിൽക്കുന്ന കാലത്തോളം മഹ്ദി ഇമാമിന്റെ കരങ്ങളിൽ ഈ പരിശുദ്ധ ത്രിവർണ്ണ പതാക ഏൽപ്പിക്കപ്പെടുന്ന കാലത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളും ആദർശബോധമുള്ള അതിന്റെ പ്രവർത്തകരും ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കാലം ഉലമാക്കൾക്ക് ജന്മം നൽകും, അതിന്റെ കാലം പ്രഭാഷകന്മാർക്ക് ജന്മം നൽകും, അതിന്റെ കാലം എഴുത്തുകാർക്ക് ജന്മം നൽകും. കാലം പുരോഗതി പ്രാപിക്കുമ്പോൾ ഏതെല്ലാം മാർഗത്തിലൂടെ മീഡിയകളിലൂടെ ദീനിന്റെ യഥാർത്ഥ ആദർശ വിശുദ്ധി ജനങ്ങളിലേക്ക് തലമുറകളിലേക്ക് എത്തിക്കപ്പെടാൻ പറ്റുമോ ആ മാധ്യമങ്ങളിലൂടെ മുഴുവനും ദീനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുത്ത ദൗത്യം തലമുറകളിലേക്ക് എത്തിക്കാൻ സമസ്ത അതിന്റെ കർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പേരിലെ കേരളം എന്നുള്ളൂ, സമസ്ത കേരള എന്ന പേരിലേ ഉള്ളൂ. അത് മഹാനായ ഉസ്താദ് അവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് അവിടുത്തെ പ്രഭാഷണത്തിൽ നമ്മുടെ സന്ദേശയാത്രയുടെ പ്രാരംഭ ഉദ്ഘാടന വേദിയിൽ മഹാനാറുകൾ പ്രസംഗിച്ചപ്പോ എന്ന് പറയേണ്ടി വരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് മാറ്റിയിട്ട് സമസ്ത ലോക ജമിയത്തുൽ ഉലമ എന്ന് പറയേണ്ട വിധം സമസ്ത പടർന്ന് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതവിടെ പറഞ്ഞ വാക്ക് ഹക്കാണ്. ആ വളർച്ച വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇനിയും ഇതിങ്ങനെ യൂണിവേഴ്സൽ നിലയിൽ വളർന്ന് പടർന്ന് പന്തലിക്കും. ഇതിന് സംശയമില്ല. ഇവിടെ ആരൊക്കെ പിന്മാറിയാലും, ആരൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും, ആരൊക്കെ മൗനം വീക്ഷിച്ചാലും, ആരൊക്കെ ഇതിന്റെ വളർച്ച തടയിടാൻ ശ്രമിച്ചാലും, മഹാനായ മുഈൻ അലി ശിഹാബ് തങ്ങൾ അറ്റപ്പൂവിന്റെ മുമ്പ് പറഞ്ഞതുപോലെ തടസ്സങ്ങളെ നിഷ്പ്രഭമാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. തടസ്സങ്ങളെ നിഷ്പ്രഭമാക്കാനുള്ള ആർജവമുള്ള പ്രവർത്തകരും പ്രചാരകരും പ്രഭാഷകരും ആലിമീങ്ങളും സാദാത്യങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഇപ്പൊ നിലവിലുണ്ട്. കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് കൊണ്ട് ഉമ്മമാർ ആദർശബോധമുള്ള മക്കൾക്ക് ജന്മം നൽകുക തന്നെ ചെയ്യും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാല് വെറുതെ ഒരു കുറച്ച് അക്ഷരങ്ങളാണെന്ന് നമ്മൾ ധരിച്ചു പോകുന്നത്. സമസ്തക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്, സമസ്തക്ക് അതിൻ്റെതായ ഒരു സഞ്ചാര വീതിയുണ്ട്. ആ സഞ്ചാര വീതിയുടെ സമസ്ത സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോ കന്യാകുമാരിയുടെ മണ്ണിൽ നമ്മളത് തമിഴ്നാടല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചത് തമിഴ്നാടല്ലേ, അതിപ്പോ എത്രത്തോളം ഉദ്ഘാടന സംരംഭം വിജയിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിളിച്ചാൽ, ജഫരി തങ്ങൾ വിളിച്ചാൽ നമുക്ക് വരാതിരിക്കാൻ പറ്റുമോ? അല്ലേ? നമ്മുടെ കപ്പലിന്റെ നായകൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളല്ലേ? കപ്പലിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ശൈഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദല്ലേ? അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളും ഉഖറദിയായ ഉലമാക്കളും അല്ലേ? അതിന് ആത്മീയമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളും ശംസുൽ ഉലമയും ഖറാഹത്ത് പോലും തൊട്ടുതിരിയില്ലാത്ത കണ്ണിയത്ത് ഉസ്താദൊക്കെ അല്ലേ? അവരൊക്കെ നയിച്ചു കൊണ്ടിരിക്കുമ്പോ, അവരൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോ സമസ്തയുടെ സംരംഭങ്ങൾക്ക് എവിടെ മങ്ങലില്ല. അങ്ങ് ഉദ്ഘാടന നഗരി കന്യാകുമാരി അതൊന്നും ആളുകളെ കൊണ്ട് നിറഞ്ഞു. ഇനി മംഗലാപുരം അതൊരു പ്രവാഹമായി ജനപ്രവാഹം. പിന്നെ കുനിയയിലോ
നിയന്ത്രണാതീതമായ ജനപ്രവാഹം കൊണ്ട് കേരളത്തിൽ എന്നല്ല ലോക ചരിത്രത്തിന്റെ താളുകളിൽ സമസ്തയുടെ 100ാം വാർഷികം മഹാസമ്മേളനം ഇടം പിടിക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പിൽ വരുന്ന തടസ്സങ്ങളെല്ലാം മഞ്ഞുരുകി പോകും. ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ തൗഫീഖുള്ളവരെ നിങ്ങൾ നിങ്ങൾ സമസ്തയോട് ചേർന്ന് നിൽക്കും, സമസ്തയുടെ ആദർശങ്ങൾ നെഞ്ചേറ്റും, സമസ്തയുടെ വാക്കുകൾക്ക് വേണ്ടി ശബ്ദത്തിന് വേണ്ടി കാതോർക്കും. ഇന്ന് വരെ കേരളത്തിൽ ഒരു വിഷയം വന്നാൽ സമസ്ത എന്ന് പറയുന്നു എന്ന ചരിത്രം ലോകം നോക്കുന്നത്, ആളുകൾ നോക്കുന്നത്. ഒരു വിഷയമുണ്ടായാൽ സമസ്തയുടെ നിലപാട് എന്താണെന്നുള്ളത്. കാരണം ആളുകൾക്കറിയാം അത് മുസ്ലിമിനെന്നല്ല, അത് മുസ്ലിമിനെന്നല്ല, ഏതൊരാൾക്കും, കേരളത്തിലുള്ള ഏതൊരാൾക്കും അറിയാം, കേരളത്തിൽ ദീനിന്റെ അവസാന വാക്ക്, ഇസ്ലാമിന്റെ മതത്തിന്റെ അവസാന വാക്ക് അത് സമസ്തക്കല്ല, ജമിയത്തുൽ ഉലമയാണ്. അത് പറയേണ്ടത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്ന്, അത് പറയേണ്ടത് ആലിക്കുട്ടി ഉസ്താദാണെന്ന്, അത് പറയാൻ ഉഖ്റവിയായ ആലിമീങ്ങളുണ്ടെന്ന്. ഇനി കാലം അതിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ ചിന്തിക്കൂലേ, പടച്ചോനെ കാലം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കാലം ഇങ്ങനെ ഫസാദായിക്കൊണ്ടിരിക്കുകയാണ്, സമസ്തയുടെ അമരത്തേക്ക് ഇനി ആരാണ് ഉണ്ടാവുക? എന്നാ ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ആയുസ്സെത്തിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് മടങ്ങും ഉലമാക്കളും സാദാത്യങ്ങളൊക്കെ മടങ്ങുമ്പോൾ ഈ സമസ്തയുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ പരിശുദ്ധ ദീനിന്റെ ആദർശം അത് വിശുദ്ധിയോടുകൂടെ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും വരും തലമുറകളിലേക്ക് കൈമാറാനും ആളുകൾ, ഉമ്മമാർ ജന്മം നൽകിക്കൊണ്ടേയിരിക്കും. മഹദി ഇമാമിന്റെ കരങ്ങളിലേക്ക് ഈ പതാക എത്തുന്നത് വരെ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കും. അതിലൊരു സംശയവുമല്ല, അതിലൊരു സംശയവുമല്ല. സമസ്തയോട് ചേർന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, സമസ്തയുടെ വെള്ളിയാളം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, വിഖായടക്കമുള്ള സമസ്തയുടെ പട്ടാളങ്ങളെ, ചുണ്ടക്കുട്ടികളെ ഭാഗ്യം ലഭിച്ചവരാണ്. SKSPV-യിലൂടെ, SKSSF-യിലൂടെ, SYS-യിലൂടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആനുകാലിക പ്രസ്ഥാനങ്ങളിലൂടെ സമസ്തയുടെ ഓരം ചേർന്ന് ദീന് കൊണ്ടുപോകുന്ന മുത്തുമിനിങ്ങളെ, അതിന് വെള്ളവും വളവും നൽകി വളർത്തുന്ന ഉമ്മമാരെ, മുഅ്മിനാത്തുകളെ ഭാഗ്യം ലഭിച്ചവരാണ്. ഒരു നാണയത്തുപ്പ് കൊണ്ടുപോലും ഒരു തഹ്‌ലീൽ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചവരെ അല്ലാഹുവിന്റെ തൗഫീഖാണ്, അല്ലാഹുവിന്റെ തൗഫീഖാണ്. കാരണന്റെ ദീന് അതിന്റെ ആദർശ വിശുദ്ധിയോടുകൂടെ നെഞ്ചേറ്റാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു തൗഫീഖാണ്. നടുവഴിയിൽ വെച്ച് വ്യഭിചരിക്കുന്നത് കാണുമ്പോൾ വഴിയിൽ നിന്ന് മാറി നിൽക്കടാ എന്ന് പറയാൻ ആർജവമുള്ളവൻ ആ കാലത്തെ അബൂബക്കറിന് തുല്യമാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീനിനെ ദീനായി നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, സമസ്തയോട് ഓരം ചേർന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചവർ അവർ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവരാണ്. തൗഫീഖ് ലഭിച്ചവർക്ക് ആ ഭാഗ്യം ലഭിക്കുള്ളൂ. അതുകൊണ്ട് ഇതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏതൊരു വിഷയത്തിന് വേണ്ടിയും സമയം ചെലവഴിക്കുന്നവർ, സമ്പത്ത് ചെലവഴിക്കുന്നവർ, ശരീരം കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർ, അതിനു വേണ്ടി ഓടി നടക്കുന്നവർ, അതിനു വേണ്ടി നേതൃത്വം നൽകുന്നവർ, ഇതൊന്നും വെറുതെ ആവില്ല. ഇതൊക്കെ നാളെ ആഖിറത്തിലേക്കുള്ള വലിയൊരു